ഹലോ എല്ലാവർക്കും ട്രാവൽ ഓട്ടോബയോഗ്രഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. നമ്മളുടെ കളമശ്ശേരി HMT ആ ഭാഗത്തുള്ള സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഒരു കൗതുകം കാണാനിടയായി. എന്താണെന്നല്ലേ, നമ്മളുടെ എടത്തല കോമ്പാറ സ്വദേശിയായിട്ടുള്ള ഒരു ചേട്ടൻ ഒരു വണ്ടി ഉണ്ടാക്കിയേക്കാണ്. ഒരു ചെറിയൊരു മിനി കാറിനോ അല്ലെങ്കിൽ മിനി സ്കൂട്ടറിനോ എന്ത് വേണമെങ്കിലും നമുക്കതിനെ വിശേഷിപ്പിക്കാം. ആ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. നമസ്കാരം ചേട്ടാ. എന്നാൽ ആദ്യം ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് മധുകുമാർ. മധുകുമാർ, ഓക്കെ. എവിടെയാണ് കറക്റ്റ് സ്ഥലം? എൻ്റെ നാടെന്ന് പറയുന്നത് ചെറിയങ്കീഴാണ്. ചെറിയങ്കീഴ്, തിരുവനന്തപുരം, കൊല്ലത്തിന് പ്രേംസീർ സിനിമ നാട് തന്നെയാണ്. ആനന്ദത്തിലോട്ട് ആനന്ദൻ. ഇവിടെ ഇടത്തല നമ്മുടെ കോമ്പാറ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ ഒരു 55 വർഷത്തിൽ കൂടുതലായി. എവിടെയായിരുന്നു അപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ? ഞാൻ ബോംബെയിൽ ഗോദ്രേജ് ആൻഡ് ബോയ്സ് മാനുഫാക്ചറിങ് കമ്പനി ലിമിറ്റഡ്. ഗോദ്രേജ്. ഗോദ്രേജ് നമ്മുടെ സാധാ ഗോദ്രേജ് ഇവിടുത്തെ കമ്പനി, കോർപ്പറേറ്റ് കമ്പനിയാണ്. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയോടൊന്നാണ്. അവർ മെയിനായിട്ട് ലോക്കിന്റെ അല്ല, ലോക്സ് മാത്രമല്ല, ഒരുപാട് മൾട്ടി പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ് കമ്പനി. ആൻഡ് എത്ര വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു അവിടെ? ഞാൻ 35 കൊല്ലത്തിൽ. ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അല്ല, ഇങ്ങനെ ഒരു ഐഡിയക്ക് പറഞ്ഞാൽ ഞാൻ എൻ്റെ അനിയൻ്റെ ഒരു മകനുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇവൻ ഈ ചെറിയ കളിപ്പാട്ടങ്ങളും 3 വീൽ സൈക്കിളും ഒക്കെ ഓടിച്ച് നടക്കുമ്പോൾ ഞാൻ വിചാരിക്കും അതിന് 1ാം ക്ലാസ്സിലേക്ക് ആയപ്പോഴത്തേക്ക് ഇവനും ഒരു ഓടിച്ച് നടക്കുന്ന ഒരു കാർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കടകളിൽ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും. 15,000 20,000 കൊടുക്കുമ്പോൾ ബാറ്ററി ഓപ്പറേറ്റർ. അപ്പോൾ അതല്ലാതെ വ്യത്യസ്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് അനുസരിച്ച് ഞാൻ ഇത് ഡിസൈൻ ചെയ്തു. എല്ലാം കമ്പ്യൂട്ടർ ഡിസൈനാണ് ഇത്. പിന്നെ ഇതിൽ എത്ര വർഷത്തെ അല്ലെ എത്ര നാളത്തെ പ്രയത്നമാണത്? ആദ്യം ബാറ്ററി ഓപ്പറേറ്റർ ആയിരുന്നത്. ആദ്യം വേം ആൻഡ് വേം വീൽ ഡ്രിവൺ ഒരു മെക്കാനിസം ആയിരുന്നു. പക്ഷേ അത് വളരെ സ്ലോ ആണ്. 2-3 പേര് ഇരുന്നാലും. ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിന്റെ ബാറ്ററി ആണോ അതോ? അല്ല, ഇതിന് വേണ്ടിയുള്ള മറ്റേ ഈ ലിഥിയൻ അയൺ ബാറ്ററി 12 വോൾട്ടിന്റെ 2 ബാറ്ററി വെച്ചിട്ടും മോട്ടോർ. നമുക്ക് എത്ര കിലോമീറ്റർ അപ്പോൾ കിട്ടിയായിരുന്നു? അല്ല, അപ്പോഴ് ആ സമയത്ത് ഇതിന്റെ സ്പീഡ് വളരെ കുറവായിരുന്നു ബാറ്ററി ഓപ്പറേറ്റർ. അത് മാത്രമല്ല, കോസ്റ്റ്ലി ബാറ്ററി അല്ലാത്തതുകൊണ്ട് ഈ 10-800 രൂപ ഒരെണ്ണത്തിനുള്ള വിലയുള്ളതാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ അത് പവറും ഇറങ്ങിപ്പോകും. ഇത് കപ്പാസിറ്റി ഇല്ല. പിന്നെ ഹെവി ലോഡ് വലിക്കാതെ. പക്ഷേ ഒരു 5 കിലോമീറ്റർ സ്പീഡിലേക്ക് പോകുള്ളൂ അത്. അപ്പോൾ പിള്ളേരും അത് ഇരുന്ന് ഓടിച്ചപ്പോൾ ഞാൻ ഒന്ന് ചേഞ്ച് വേണമല്ലോ. അതിന് ശേഷം ഞാൻ പിന്നെ അത് ഈ പുല്ല് വെട്ടുന്ന മെഷീൻ, അതായത് 35 cc ഉള്ളൂ ഇത്. ഈ ഹോണ്ടയുടെ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ 35 cc ഉള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാൻ പിന്നെ അത് മോഡിഫൈ ചെയ്തു. ഇത് ഇപ്പോൾ ഈ കാണുന്ന ഈ ചെയിൻ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ പവർ മൾട്ടിപ്ലൈ ചെയ്താണ് ഓടിക്കുന്നത്. അത് 25 പ്രാവശ്യം കറങ്ങുമ്പോൾ ഈ വീല് 1 പ്രാവശ്യം കറങ്ങുള്ളൂ. ഇത് അല്ല, ഞാൻ എത്ര മാസം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്? ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ നാൾ ഞാൻ ഇതിൽ വർക്ക് ചെയ്തു. എന്ന് വെച്ചാൽ ആദ്യത്തെ മോട്ടിവേഷൻ എൻ്റെ വല്ല സ്റ്റേജിൻ്റെ വീഡിയോസ് ഉണ്ട്. മറ്റേ ബാറ്ററി ഓപ്പറേറ്റർ, വേം ഡ്രിവൺ, പിന്നീട് സ്പർ ഗിയർ വെച്ചിട്ട് അത് മാറ്റി എൻ്റെ വീഡിയോ തന്നെ ഉണ്ട്. പിന്നീടാണ് ഈ ചെയിൻ സിസ്റ്റം ഇങ്ങനെ ഇതിലാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഏത് കയറ്റവും കയറും. ഒരു കുഴപ്പമില്ല. ബാറ്ററി ആയിരുന്നപ്പോൾ കയറ്റമൊക്കെ കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ബുദ്ധിമുട്ടായിരുന്നു. അത് ബാറ്ററി ആയിരുന്നപ്പോൾ വെളിയിലും ഓടിക്കാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് ഏതാണ്ട് കുറച്ച് ദൂരം പോകണമെങ്കിൽ 15 മിനിറ്റ്. പിന്നെ സ്ലോ വളരെ സ്ലോ ആയിരുന്നു. പവറുണ്ട് പക്ഷേ സ്ലോ. 4 സ്ട്രോക്ക് എഞ്ചിനാണല്ലേ? അപ്പം ഇത് ഹോണ്ടയുടെ 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ഇത് പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിൻ, അതായത് നമ്മുടെ പുല്ലൊക്കെ വെട്ടുന്ന മെഷീൻ്റെ ഗ്രാസ് കട്ടറിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് മെഷീൻസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇത് എടുത്തിട്ട് ഇപ്പം ഇതിലൂടെയാണ് അവർ ആ പുല്ല് വെട്ടുന്ന അതിൻ്റെ ഷാഫ്റ്റും ബ്ലേഡും ഒക്കെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത് ചെയ്തിട്ട് ഇതിൽ സ്പ്രോക്കറ്റ് വെച്ചിട്ട് ഇതിൻ്റെ പവറില്ല. പക്ഷേ ഇത് ഒരു വലിക്കാനുള്ള പവറില്ല. ഈ പുല്ല് വെട്ടാൻ ഹൈ സ്പീഡിൽ കറങ്ങുന്ന അല്ലാണ്ട് ഇതിൽ സ്പീഡൊന്നുമില്ല. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ചെറിയന്ന് വലുതിലേക്ക്, പിന്നെയും പവർ കൂട്ടി, പിന്നെയും ചെറിയ സ്പോക്കറ്റിൽ നിന്ന് വലുതിലേക്ക്, പിന്നെയും ചെറിയ സ്പോക്കറ്റിൽ നിന്ന് പിന്നെയും വലുതിലേക്ക്, ഇത്ര സ്റ്റേ ആകുമ്പോഴാണ് ഇത് വലിക്കുന്നത്. ഏത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏത് സ്റ്റീപ്പ് കയറ്റവും ഇത് കയറും, ഒരു കുഴപ്പമില്ല.
ഇതിന്റെ പെട്രോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര 650 മില്യൺ അത്രേ ഉള്ളൂ അതിന്റെ ഗ്രാസ് കട്ടിങ്ങിൽ അത്രേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഓയിലിൽ ചില ഗ്രാസ് കട്ടിങ് ഒക്കെ വർക്ക് ചെയ്യാറില്ലേ? നമ്മുടെ ഈ എന്താ പറയാ സൺഫ്ലവർ ഓയിലിൽ വർക്ക് ചെയ്യണ അതൊക്കെ എഞ്ചിൻ കിടാക്കുന്ന ഒരു ഇതാണ്. ഇതിന്റെ ഓയിൽ വേറെ മിക്സ് ചെയ്തിട്ടില്ല. അതിന്റെ ഇതുണ്ട് ഓയിലിന് വേണ്ടി പ്രത്യേകം ഇതാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നത് ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്തതിനു ശേഷം ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന്. അത് ഗ്രാസ് കട്ടിങ്ങിനാണ് അങ്ങനെ പറയുന്നത്. ഹൈ RPM പവർ എടുക്കുന്ന. അതെ. അപ്പോൾ അങ്ങനെ ഇതെന്താണ് ഈ LMK എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത് ആക്ച്വലി എൻ്റെ ഇത് നിങ്ങളുടെ പേര് ബേസ് ചെയ്തിട്ടാണോ ഈ LMK ഇതിന് പേരിട്ടാണ്? അതായത് ഞാൻ വിചാരിച്ചത് ഇത് എൻ്റെ പേര് L മധുകുമാർ, ലക്ഷ്മൺ മധുകുമാർ എന്നാണ്. അപ്പോൾ ആ LMK ആണിത്. ഇതിന്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത് LMK മൈക്രോ ലൈറ്റ് എന്നാ. വണ്ടിയുടെ പേര് ബാക്കി കൊടുത്തിട്ടുണ്ടല്ലേ? LMK മൈക്രോ ലൈറ്റ്. അതായത് ഇത് ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ള അർത്ഥത്തിലാണ്. പഴയ കാലത്തെ വിന്റേജ് കാറിന്റെ ഒക്കെ ആ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ലെറ്റേഴ്സ് ആണല്ലോ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. LMK മൈക്രോ ലൈറ്റ്. ഓക്കെ. അതായത് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഇതാണ്. ഇതിന്റെ അകത്ത് ചാർജബിൾ ബാറ്ററിയാണ് ഇട്ടിരിക്കുന്നത്. ഇതുണ്ടാ മൊബൈൽ ചാർജ് ചാർജബിൾ. ഇത് ലൈറ്റ് എത്തുന്നുണ്ട്. ഇതും ലൈറ്റാ. ഇതും ലൈറ്റാണ്. അതെങ്ങനെ തൂങ്ങി കിടക്കുന്ന ഇതാ. ഇതും ചാർജബിൾ ബാറ്ററിയാ. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കറങ്ങുമോ? അതോ അല്ല കത്തിയാണ് ഇപ്പോ. അല്ല ഇതിപ്പോ അനങ്ങും പോലെ തോന്നി, അതുകൊണ്ട് അല്ല അതിപ്പോ വെയിലുണ്ടോ ഓഫ് ചെയ്ത്. ഇതിന്റെ വർക്കിംഗ് ആണ് അല്ലേ? ചാർജബിൾ ബാറ്ററി അത് കയറ്റി വെച്ചിരിക്കുക. അതായത് USB കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അത് തന്നെ. ഇത് കത്തിയാണ് ഇപ്പൊ. ഇതൊക്കെ USB കേബിൾ ആണ് അല്ലേ? രാത്രിയാണ് ഇതിന്റെ അറിയാൻ പറ്റും. ഇതും കത്തുന്ന. ഓക്കെ. ഇതൊക്കെ ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് അല്ലേ? ഓക്കെ. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇത് റിഫ്ലക്ടർ, പിന്നെ ഈ ചുവന്ന റിഫ്ലക്ടർ. അത് സേഫ്റ്റി സൈഡ് എല്ലാം. ഇതിന്റെ ബ്രേക്ക് സിസ്റ്റം എങ്ങനെ വരുന്നത്? ഇതിന്റെ ഒന്ന് കേറിയിരിക്കാമോ ഒന്ന്? ഇതിന്റെ ബ്രേക്കിംഗ് ഇതില് കുറച്ച് അധികം ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കും. സ്റ്റാർട്ട് ചെയ്തിട്ടേ. ഇത് ഇഗ്നിഷൻ സ്വിച്ചിന്റെ സ്ഥലമാണ്. ഇവിടെയാണ്. ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഓണാക്കി ഇനി ഇത് വലിച്ച് നമ്മള് ഇതായി. ഇത് ആക്സിലേറ്റർ. ഇത് ആക്സിലേറ്റർ. അത് ബ്രേക്ക്. അത് ബ്രേക്ക് അല്ലേ? ഇതാണ് ബ്രേക്ക്. ഇത് ബ്രേക്ക് പെഡൽ. അതെന്താണ് ഈ ബ്രേക്ക് പെഡൽ ഇവിടെ ആക്ഷൻ കാണിക്കാം. ഈ പാരലായിട്ട് അപ്പുറവും ഇപ്പുറവും വരുന്നത് ഇതുണ്ട്. ഇത് ഞാൻ ചോദിക്കുന്നത് ഇതെന്താണെന്ന് നോക്കിയാ. ഇതെന്താണെന്നറിയോ? ഇത് ഇപ്പുറം വന്നല്ലേ. ഇതൊരു പുതിയ ബ്രേക്കിംഗ് സിസ്റ്റം ഞാൻ നോക്കിയതാണ്. ഇത് മറ്റേ ഡിസ്ക് ബ്രേക്ക് കണക്ക്. ഇത് അതിന്റെ സിസ്റ്റം. ഇതാണ് ഡിസ്ക്. ഇത് അല്ല, ഇതിന്റെ സിസ്റ്റം പോലെ. ഇത് കണ്ടോ? ഇത് ഗ്രിപ്പാകുന്നുണ്ടോ? ഇങ്ങനെ വലിക്കുമ്പോ ഈ പെഡൽ ഇതുപോലെ സ്ലോപ്പിലേക്ക് നിൽക്കുമ്പോൾ ചവിട്ടി ഞാൻ നിൽക്കുന്നുള്ളൂ. ആക്ച്വൽ ബ്രേക്ക് ഇതാണ്. ഇതാണ്. ഡിസ്ക് ബ്രേക്കും ഉണ്ട്, നോർമൽ ബ്രേക്കും ഉണ്ട്. നോർമൽ ബ്രേക്ക് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല സഡൻ ബ്രേക്ക്. ഈ ബ്രേക്ക് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ, ഒരു എമർജൻസി സാഹചര്യത്തിൽ ബ്രേക്ക് കിട്ടാണ്ട് വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കുന്നത്. ജീവൻ രക്ഷാ ബ്രേക്ക്. ഇത് കേബിളായിട്ടും പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി നിന്ന് അവിടെ നിൽക്കും. വേറെ അനങ്ങില്ല. റബ്ബർ പാഡാണ് റോഡിൽ വരയുന്നത്. അങ്ങനെ വണ്ടി ഒന്ന് ഓടിച്ചു വന്നു. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തു. ബാക്ക് വരുമോ? പോയിട്ട് വാ.
സോളാർ പാനൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സോളാർ പാനൽ വെച്ചാൽ മറ്റേ മാർക്കറ്റിൽ കിട്ടുന്ന പാനൽ മേടിച്ച് മറ്റേ ഇലക്ട്രിക് മോട്ടറുമായിട്ട് കണക്ട് ചെയ്യാനാണ്. അതേ ഉള്ളൂ. അതിന് സോളാർ പാനൽ അഫ്കോഴ്സ് നമ്മുടെ പവർ സേവിങ്ങും മറ്റേ പൊല്യൂഷൻ കൺട്രോളും ഒക്കെയാണ്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഈ സർഫസ് ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഓഡ് ഷേപ്പിലെ സർഫസും നമുക്ക് ഉണ്ടാക്കി സ്റ്റിക്ക് ചെയ്താൽ ഇത് ആക്കാം. സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതിൽ വെക്കാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ പക്ഷേ സോളാർ വെക്കുമ്പോൾ ബാറ്ററി ബേസ്ഡ് അല്ലേ വണ്ടി വർക്കിംഗ് ആവുള്ളൂ, പെട്രോൾ എഞ്ചിനായിട്ട് ബന്ധം വരില്ല. ഇല്ല, അത് സോളാർ. പക്ഷെ എന്നാൽ ഇത്രയും ലോഡ് കണക്ട് ആവും ഇതിൽ. അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല. മോട്ടോറുടെ വെയിറ്റ് പിന്നെ അതിൻ്റെ ബാറ്ററി സ്റ്റോറേജ് അത് അല്പം വെയിറ്റ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വെക്കാൻ പറ്റും. ആദ്യം ഇത് ഇലക്ട്രിക് മോട്ടറാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇത് എന്താണ് ഒരു ആന്റിന കൊടുത്തിരിക്കുന്നത്? അത് ഞാൻ വെറുതെ ഷോക്ക് വേണ്ടി കൊടുത്തത്. ആദ്യം ഈ ഹുഡ് ഇല്ലായിരുന്നപ്പോഴേ ഈ ആന്റിന ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആടും. ഇതിൻ്റെ വിചിത്രമായിട്ടുള്ളൊരു സംഗതി, ഈ പൈപ്പ് ലൈൻ റോഡിൽ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു നേവിയുടെ മറ്റേ വയർലെസ് സ്റ്റേഷനില്ലേ, അപ്പോൾ ഈ വണ്ടി ആദ്യമായിട്ട് ഞാൻ ആ റോഡിൽ കൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരന് അതിലൂടെ പോകുന്നുണ്ട്. അവൻ ഈ വണ്ടി കണ്ടപ്പോൾ എന്നെ മൈൻഡ് ചെയ്യില്ല, ഈ വണ്ടി നോക്കി അവനങ്ങ് പോയി. പിന്നെ തിരിച്ച് അതിലൂടെ വന്നപ്പോഴാണ് ഇപ്പം മനസ്സിലായി ഞാനാണ് ഓടിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ആൻറ്റിന അന്ന് ഈ ഹുഡില്ല, ഈ ആൻറ്റിനയും ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കേബിളിലെ അണ്ടർഗ്രൗണ്ട് കേബിൾ സിസ്റ്റം ഉണ്ട് വയർലെസ്സിൻ്റെ, അതെന്തോ ചെക്ക് ചെയ്യുന്ന വണ്ടിയാണ് ഇതെന്നാണ് പുള്ളി വിചാരിച്ചത്. കാരണം ഈ ഷേപ്പ് പതിവില്ലാത്തൊരു വണ്ടിയാണല്ലോ. അങ്ങനെ ഒരു തമാശ ഉണ്ടായിരുന്നു. ഇത് ഈ വീല് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ സ്പ്രിംഗ് സസ്പെൻഷൻ കൊടുത്തിട്ടില്ല. ഇവിടെ കൊടുക്കാൻ പറ്റും എനിക്ക്. ഇവിടെ ഒരു 2 ഇഞ്ചോളം ഇതിൽ കൊടുക്കാൻ പറ്റും ഇവിടെ. പിന്നെ ഇവിടെ മോഡിഫൈ ചെയ്ത് ഈ വീല് കുറച്ച് പലരുടെ അടുത്ത് സിംഗാമിന്റെ മോഡൽ ഇതായിട്ട് നമുക്ക് ആലു ടൗണിലേക്ക് എങ്ങനെ പോയിട്ടുണ്ടോ? ഇല്ല, ഞാനത് R2-വിൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ട് ഇല്ല. RTO പിടിക്കാൻ സാധ്യതയില്ല ഈ വണ്ടി. അങ്ങനത്തെ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു കാറ്റഗറിയിലേക്ക് എത്തിയിട്ടില്ല. അവർക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു ഇത് ചെയ്യാലോ. 50cc വരെ അലൗഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ നോട്ട് മോർ ദാൻ 25 km/h അത്ര സ്പീഡ് പാടുള്ളൂ. അപ്പോൾ ഈ സ്റ്റിയറിങ്ങും ഇതെല്ലാം വീൽ അലൈൻമെന്റിന്റെ ഇതുവരെ ഇതിലുണ്ട് കേട്ടോ. ഈ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ഇത് ടൈറ്റ് ചെയ്താൽ വീൽ അലൈൻമെന്റ്. ഇതിൻ്റെ അടിയിൽ ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ട്. ഈ വെയിറ്റ് ബെയറിംഗ് സ്റ്റിയറിംഗ് ആണല്ലോ. അപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇതൊരു കമ്പ്യൂട്ടർ ഗെയിമിൻ്റെ ഒരു ഇതെടുത്ത് സ്റ്റിയറിംഗ് ആക്കിയതല്ലോ ഇപ്പം. പക്ഷേ സാധാരണ സ്റ്റിയറിംഗിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഡ് സൈസായി പോകും, ഒരുപാട് വലുതും ഹെവിയും. ഇത് ലൈറ്റ് വെയിറ്റ്, ഇതിന് വളരെ സ്യൂട്ടബിൾ ഇതാണ്. അത് ആക്ച്വലി ഹോണ്ടയുടെ ഇതാണ്. അവർ ഈ പുല്ല് വെട്ടുന്ന മെഷീൻ ക്യാമ്പ് ഒക്കെ അനിഫ് ഓടിച്ചു നോക്കണ്ടോ? ഓടിച്ചു നോക്കാം. സ്റ്റോറിൽ ഇത് പിന്നെ വികലാംഗർക്കുള്ള മോഡലില് ഇത് ഡോറൊന്ന് മോഡിഫൈ ചെയ്ത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. അല്ല, ഞാൻ ഈ വണ്ടി പോകുമ്പോഴേ വേറൊരു ഹാൻഡിക്യാപ്ഡ് ഒരു റെഡിമെയ്ഡ് തുണി വയ്ക്കുന്ന ഒരു ലേഡിയാണ്. അപ്പൊ ഞാനൊരു ഇടവഴിയുടെ പോയി അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ വേറെ ആൾക്കാരെന്തൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ലേഡിയെ വന്നു അതൊക്കെ ഡീറ്റെയിൽ വെച്ചിട്ട് അപ്പം ചേട്ടന് ഈ കാലിൻ്റെ പ്രശ്നം വന്നിട്ട് എത്ര നാളായെന്ന് അവൾ ഇങ്ങോട്ട് ചോദിച്ചു. എനിക്കല്ല നടന്ന അതെ എനിക്കതിൽ ആവശ്യമില്ല. വളരെ ഇല്ലില്ല, അത് കാണുമ്പോൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതെ, അല്ല ശരിക്കും അത് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് ഉപയോഗമാണ്. സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ സബ്സിഡിയോട് കൂടിയോ അങ്ങനെയോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഇത് തന്നെയല്ലേ, മെറ്റീരിയൽ തന്നെയാണ്. ഇതൊക്കെ സൈക്കിളിന്റെ അപ്പൊ ഇതിനെ ഒരു മോഡിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇതില്ലേ ആക്സില് ഇത് ശരിക്കും സ്കൂട്ടറിന്റെ ടയർ ഇട്ടാൽ തന്നെ ഓടില്ലേ? അതോടും ഇതിന്റെ കുറച്ചുകൂടെ തിക്ക് വേണം. ഒരു ലുക്ക് വരണമെങ്കിൽ കൂടെ തിക്കുണ്ടെങ്കിൽ ഇതായിരുന്നു. അപ്പൊ ഇത് മോഡിഫൈ ചെയ്ത് ഇതിന്റെ കോണൊക്കെ ഇതിലുണ്ട്. പക്ഷേ കോണിന്റെ ത്രെഡ് കളഞ്ഞിരിക്കുക. എന്നിട്ട് ഈ 2 നട്ട് വെച്ചിട്ട് കോൺ ടൈറ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ്. അല്ലെങ്കിൽ
സൈക്കിളാണെങ്കിൽ ലോഡ് ബെയറിംഗ് ആയിട്ട് 2 ഇത് വരെയല്ലേ ബാലൻസ് ആയിട്ട്. ഇത് ഒരു ഇതിലാണ് നിൽക്കുന്നത്, സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം ലോഡ് ബെയറിംഗ് ഒക്കെ നോക്കിയിട്ട് വെയിറ്റ് എടുത്തിട്ട്, അപ്പോൾ ഇത് ഒരുപാട് നാളായിട്ട് ഓടയില്ലേ. അപ്പോൾ പ്രശ്നമൊന്നും ഇല്ല. എൻ്റെ ഇത് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഓട്ടോമൊബൈൽ അല്ല അതാ പറഞ്ഞത്, നമുക്ക് ഇത് വീട് വെച്ചിട്ട് കൊടുത്തു നോക്കാം. അല്ല ഇല്ല, ഇത് ആകണമെന്നൊന്നും ഇല്ല. അല്ല ഇത് ഞാൻ പറയട്ടെ, ഇത് ശരിക്കൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ആശയമാണത് ശരിക്കും. ഇത് അതെ ശരിക്കും അവർ അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം പെട്രോൾ വണ്ടി അവർക്ക് സ്കൂട്ടർ ഉണ്ട്, ഓക്കെ, തന്നെയും ഇതിപ്പോ മഴ നനയാത്ത ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു കാർ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയുടെ ഒരു മിനി ഓട്ടോ എന്നുള്ള ഒരു സെറ്റപ്പിലേക്കും ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ രീതിയിലേക്കും ഒരു ആശയം നോക്കുകയാണെങ്കിൽ ഓക്കെയാണത്. ആ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ സാധനം ഇത് 35cc എന്നുള്ളത് 50cc വെച്ച് കഴിഞ്ഞാൽ ഏത് കയറ്റവും കയറാം. അത്യാവശ്യം പെട്രോളിന്റെ ടാങ്കിന്റെ കപ്പാസിറ്റി ഒന്ന് കൂട്ടിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മോഡിഫൈ ചെയ്ത് എടുക്കാം. ഓക്കെ. അപ്പോൾ ഉയരങ്ങളിലെത്തട്ടെ. ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ഉള്ളതാണ്. ഭാവിയിൽ ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകളുമായിട്ട് ഇദ്ദേഹം നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു കമ്പനി ഏറ്റെടുക്കട്ടെ. അതേപോലെ തന്നെ ഇതെല്ലാം ഭാവിയിൽ ജനങ്ങളിലേക്ക് ഒരു എന്താ പറയുക, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാഹനം, അത് ഏത് മേഖലയായാലും ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ആ പ്രൊഡക്റ്റുകളെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഭാവിയിലെല്ലാം ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, വിലയേറിയ സമയം ഞങ്ങളുമായിട്ട് ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ താങ്ക് യു.